നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ഡീന സുധീർ. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണയായിട്ട് കറികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഉലുവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഉലുവ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ആഹാര സാധനമാണ്. നമ്മൾ ഒരുപാട് ഭക്ഷണത്തിൽ ഉലുവ ചേർക്കാറുണ്ട്. ഇപ്പം മീൻകറിയിലൊക്കെ ആണെങ്കിലും ഉലുവ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ദോശ ഇഡലിക്കൊക്കെ മാവ് അരയ്ക്കുമ്പോൾ അതിൽ മിക്കവരും ഉലുവ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ഭക്ഷണത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഹെയറിനെ ഒരു ഹെയർ ടോണറായിട്ടൊക്കെ ചിലർ ഉലുവ വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പല ഡിസീസിനും ഉലുവ ഒരുപാട് പ്രയോജനകരമാണ്. ഉലുവയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ചും ഉലുവ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സാധാരണ ഞാൻ വെയിറ്റ് റിഡക്ഷൻ്റെ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് വ്യൂസ് കയറും, ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷേ അതല്ല, ഏതെങ്കിലും ഫുഡ് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് വീഡിയോ ഇടുമ്പോൾ സാധാരണ വ്യൂസ് കുറയും. ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾ കാണുക, കാരണം ഇതൊരുപാട് പ്രയോജനകരമാകുന്ന വീഡിയോ ആണ്. കാരണം ഒരു ഭക്ഷണ സാധനം നിങ്ങൾ കഴിക്കുമ്പോൾ അതിനൊക്കെ ഓരോ രീതികളുണ്ട്. ആ രീതിയിൽ കഴിച്ചാൽ മാത്രമേ അതിനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉലുവയൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ചിലത് റോസ്റ്റ് ചെയ്ത് കഴിക്കാം, ചിലത് മുളപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്, ചിലത് വെറുതെ കഴിക്കുന്നതായിരിക്കും, ചില ഭക്ഷണ സാധനങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് രീതിയിൽ കഴിച്ചാൽ മാത്രമേ അതിൻ്റെ കംപ്ലീറ്റ് ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് കൂടെ നിങ്ങൾ കാണുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഉലുവയുടെ ന്യൂട്രീഷണൽ വാല്യൂ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ ഉലുവയിൽ 35 കിലോ കാലറിയാണുള്ളത്. 6 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതുപോലെ 3 ഗ്രാം ഫൈബറാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ സിങ്ക്, അയൺ, മഗ്നീഷ്യം, മാംഗനീസ്, പൊട്ടാസ്യം, ഇനോസിറ്റോൾ, ബയോട്ടിൻ തുടങ്ങിയ ഒരുപാട് ന്യൂട്രിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ന്യൂട്രിയൻസും, വൈറ്റമിൻസ് ആകട്ടെ മിനറൽസ് ആകട്ടെ ഒക്കെ വളരെയധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. ബയോട്ടിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. ബയോട്ടിൻ സാധാരണ ഭക്ഷണത്തിലൊക്കെ വളരെ കുറവായിരിക്കും. മെയിനായിട്ട് ബദാമിലൊക്കെ നന്നായിട്ട് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഉലുവയിൽ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹെയറിൻ്റെ ഗ്രോത്തിന് നമ്മളിപ്പോൾ എണ്ണ കാച്ചാണെങ്കിലൊക്കെ അതിൽ മിക്കവരും ഉലുവ ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതിൽ ഏത് ന്യൂട്രിയൻസ് ആണ് ഉള്ളതെന്ന് മിക്കവർക്കും അറിയത്തില്ല. പക്ഷേ പണ്ട് മുതലേ തുടർന്ന് വരുന്ന ഒരു രീതി അനുസരിച്ചാണ് ഉലുവ എണ്ണയിലൊക്കെ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രയോജനങ്ങൾ നമുക്ക് നോക്കാം. പ്രയോജനങ്ങൾ പറഞ്ഞാൽ ഈ വീഡിയോ ഒന്നും തീരത്തില്ല, അത്രയധികം പ്രയോജനമുള്ള ഒരു ഭക്ഷണ സാധനമാണ് ഉലുവ. മെയിനായിട്ട് ഡയബറ്റീസിന് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല യൂസ് ചെയ്യുന്നവരുണ്ടാവും, പേര ഇല യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാ ഇലകളും പരീക്ഷിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ളത് ഉലുവ മാത്രമാണ്. ബ്ലഡ് ഷുഗർ നമ്മുടെ കുറയ്ക്കും എന്നുള്ളതിന് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ഭക്ഷണ സാധനം ഉലുവ മാത്രമാണ്. അതുപോലെ തന്നെ ഇതിന് കൊളസ്ട്രോൾ ലോവറിങ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഉലുവ ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചാൽ തന്നെയും അതിലൊരു വഴുവഴുപ്പുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും അല്ലേ. അപ്പോൾ മിക്കവരും പറയുന്നത്, എന്നോട് തന്നെ പല പേഷ്യൻസും ചോദിച്ചിട്ടുണ്ട്, അത് കൊളസ്ട്രോൾ ആണോ കൊഴുപ്പാണോ എന്നുള്ളത്. അതുപോലെ ഓട്സ് തിളപ്പിക്കുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ട്, വെണ്ടയ്ക്കയിൽ ഒരു വഴുവഴുപ്പുണ്ട്. ഇതൊക്കെ മിക്കവരുടെയും ധാരണ അത് കൊഴുപ്പാണെന്നാണ്. അതൊന്നുമല്ല. ഇതിൽ മെയിനായിട്ട് ഉലുവയിലെ വഴുവഴുപ്പിന് കാരണം അതിലുള്ള ഹൈ കണ്ടൻറ്റ് ഫൈബറാണ്. ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അതിന് ആ വഴുവഴുപ്പ് വരുന്ന ആ ടെക്സ്ചർ വരുന്നത്. മുടിയുടെ ഗ്രോത്തിന് ഉലുവ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അത് സ്കിന്നിൽ ചിലർ ഫേസ് പാക്ക് ആയിട്ട് ഉലുവ യൂസ് ചെയ്യുന്നുണ്ട്. മുടിയുടെ വളർച്ചയ്ക്ക് കാരണം അതിലടങ്ങിയിരിക്കുന്ന ബയോട്ടിൻ എന്ന് പറയുന്ന ന്യൂട്രിയൻ്റ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ വയറിനുണ്ടാകുന്ന പ്രോബ്ലംസിനൊക്കെ ഉലുവ ഒരു പരിധി വരെ ക്യൂർ ചെയ്യുന്നുണ്ട്. അതുപോലെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനൊക്കെ ഉലുവ ഒരുപാട് സഹായകരമാണ്. ജോയിൻറ്റ് പെയിനൊക്കെ ഉള്ളവർ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് ആ എണ്ണ ചെറിയ ചൂടോടെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ജോയിൻറ്റ് പെയിനിന് ഒരുപാട് സഹായകരമാണ്. ഉലുവയിൽ ഒരു പ്രത്യേക തരം ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ ബാഡ് ബാക്ടീരിയാസിനെ വലിച്ചെടുക്കുന്ന ഒരു പവറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ വളരെയധികം അട്രാക്റ്റ് ചെയ്ത് വലിച്ചെടുക്കുന്ന ഒരു പവറുണ്ട്. അത് ഒരുവിധം ഭക്ഷണ സാധനത്തിൽ ഒന്നും കാണാത്ത ഒരു പവറാണ്. ആ പവർ ഉലുവയിലുണ്ട്.
ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സഹായകരമാണ് ഉലുവ. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട്. ഒരുപാട് ഫലങ്ങളുള്ള ഈ ചെറിയ സീഡ് നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരുപാട് നല്ലത് തന്നെയാണ്. ഇൻസോംനിയയുടെ പ്രശ്നമുള്ളവർക്ക്, അതായത് ഉറക്കക്കുറവിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും ഉലുവ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഉലുവ വെള്ളം ഹെയറിൽ സ്പ്രേ ചെയ്തിട്ട് തല നന്നായിട്ട് മസാജ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഉലുവയുടെ ഫേസ് പാക്കായിട്ടും നമുക്ക് സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഉലുവ ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ചെറിയ ഉലുവ. ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ട് 200 ml വെള്ളത്തിലിട്ട് തലേ ദിവസം നൈറ്റ് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. കുടിക്കുന്നതോടൊപ്പം തന്നെ ആ ഉലുവ ചവച്ചരച്ച് കഴിക്കുകയും വേണം. ചിലർ ജസ്റ്റ് ഒന്ന് ചവച്ചിട്ട് വിഴുങ്ങാറുണ്ട്, അത് പറ്റില്ല. വായിലിട്ട് നന്നായിട്ട് ചവച്ചരച്ചിട്ട് വേണം ഉലുവ കഴിക്കാനായിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. കൺട്രോൾ ആവാത്ത ബ്ലഡ് ഷുഗർ ഉള്ളവർക്കൊക്കെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, അതുപോലെ ലഞ്ചിന് മുമ്പ്, ഡിന്നറിന് മുമ്പൊക്കെ ഉലുവ വെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഉലുവ കൺസ്യൂം ചെയ്യേണ്ട 1ാമത്തെ രീതി ഞാൻ പറഞ്ഞു. ഇനി 2ാമത്തെ രീതിയാണ് പറയാൻ പോകുന്നത്. ഉലുവ സ്പ്രൗട്ട് ചെയ്ത് യൂസ് ചെയ്യാം. തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം കാലത്തെ അതൊരു നനഞ്ഞ ചെറിയ കോട്ടൺ ക്ലോത്തിൽ ഇട്ടിട്ട് കവർ ചെയ്ത് വെക്കുക. അതിൻ്റെ പിറ്റേ ദിവസം മുള വരുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഉലുവ നിങ്ങൾക്ക് സാലഡ്സിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് പ്രിപ്പറേഷൻസിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറുതെ ആ ഉലുവ കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സ്പ്രൗട്ട് ചെയ്യുമ്പോൾ. ഇങ്ങനെ ഉലുവ സ്പ്രൗട്ട് ചെയ്യുമ്പോൾ അത് ഡൈജഷന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഏത് ഭക്ഷണമാണെങ്കിലും, ഇപ്പോൾ ചെറുപയറൊക്കെ ആണെങ്കിൽ പോലും സ്പ്രൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൈജഷനും ഈസിയർ ആവുന്നുണ്ട്. ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്തെടുത്ത ഉലുവ നിങ്ങൾക്ക് വെറുതെ ചവച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ സാലഡ്സിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ 2 രീതിയിലും ഉലുവ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം കംപ്ലീറ്റ് അതിൻ്റെ പോഷകങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് ലഭിക്കും. അല്ലാതെ ചിലരുണ്ട് ജസ്റ്റ് ഉലുവ ഫ്രൈ ചെയ്തിട്ട് അത് പൗഡർ ഫോമിലൊക്കെ വെക്കും. പക്ഷെ അതൊന്നും അത്ര അധികം ന്യൂട്രിയൻസ് നമുക്ക് കിട്ടില്ല ബോഡിയിലേക്ക്. ആ രീതിയൊക്കെ തെറ്റായ രീതിയാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണില്ല. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉലുവ ഇപ്പോൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പക്ഷേ എന്താണെങ്കിലും, എന്ത് സപ്ലിമെൻ്റ് ആണെങ്കിലും, നിങ്ങൾ സ്ഥിരമായിട്ട് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും ഫുഡ് സ്റ്റഫ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും സ്ഥിരമായിട്ട് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് യൂസ് ചെയ്താലും 1 മന്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് 10 ദിവസം നിങ്ങളൊരു ഗ്യാപ്പ് കൊടുക്കുക. അതിനുശേഷം മാത്രമേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഡെലിവറി കഴിഞ്ഞ ലേഡീസിന് ഒരുപാട് നല്ലതാണ് ഉലുവ. ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഉലുവയ്ക്ക്. പണ്ടൊക്കെ ഉലുവയുടെ ഒരു പൗഡർ വന്നിരുന്നു. ഉലുവയും വേറെ സബ്സ്റ്റൻസ് ഒക്കെ ചേർത്തുള്ള ഒരു സപ്ലിമെൻ്റ് വരുമായിരുന്നു. അതാണ് മെയിനായിട്ട് ഡോക്ടേഴ്സ് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ലേഡീസിന് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ടാബ്ലറ്റ് ഫോമിലാണ് തരുന്നത്. ഉലുവ ഏറ്റവും ബെസ്റ്റാണ് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തലേ ദിവസം ഉലുവ വെള്ളത്തിലിടുക. പിറ്റേ ദിവസം രാവിലെ ആ ഉലുവ എടുത്ത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. ഈ വേവിച്ച ഉലുവ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ശർക്കരയല്ല ചക്കരയും തേങ്ങാപ്പാലും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. അടിച്ചിട്ട് ഒരു 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് കുടിക്കുക. ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനായിട്ട് അതൊരുപാട് ഹെൽപ്ഫുള്ളാണ്. പ്രഗ്നൻറ്റ് ലേഡീസ് ഉലുവ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉലുവ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ഉലുവ ഇട്ട വെള്ളം, ഉലുവ സ്പ്രൗട്ട്സ് ഒക്കെ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ധൈര്യമായിട്ട് ഉൾപ്പെടുത്തിക്കോളൂ. വളരെയധികം ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനും ഒക്കെ ഒരുപാട് പ്രയോജനകരം നൽകുന്ന ഉലുവ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ tinasudhir@gmail.com എന്ന മെയിൽ ID മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.